സംഘർഷഭീതിയും ആശങ്കകളും ശക്തമാകുന്ന സാഹചര്യത്തിലുണ്ടായ ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഇതുവരെ നടന്നതെല്ലാം ഒരു തുടക്കം മാത്രമാണെന്നും ലോകം കണ്ടത് ഇറാന്റെ നിയന്ത്രിത പ്രതിരോധം മാത്രമാണെന്നും ഇനി തുറക്കാൻ പോകുന്ന യഥാർത്ഥ പ്രത്യാക്രമണത്തിന്റെ അധ്യായമാണെന്നും ഇറാൻ സൈനിക നേതൃത്വം തുറന്നു പറയുന്നു. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആത്മനിയന്ത്രണവും സംയമനവും അവസാനിച്ചതോടെ ഇനി സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തവും കൃത്യവുമായിരിക്കുമെന്ന സൂചനയാണ് ഇറാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ നൽകുന്നത്. ഈ പ്രഖ്യാപനം വെറും വാക്കുകളല്ല, മറിച്ച് യുദ്ധത്തിന്റെ തീവ്രത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ കരസേന ആക്രമണ സാധ്യതകൾ ഉയർന്നു വരുന്നതോടെയാണ് ഈ കടുത്ത പ്രതികരണം രൂപം കൊണ്ടത്. ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ സൈനികന്റെ കാൽപാദം പതിയുന്നത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവപ്പുരേഖ ലംഘനമായിരിക്കുമെന്ന മുന്നറിയിപ്പ് സാധാരണ നയതന്ത്ര പ്രസ്താവനകളെക്കാൾ ഏറെ കടുത്തതും നിർണായകവുമാണ്. അതിന് മറുപടിയായി ഇറാൻ ഒരുക്കുന്നത് വെറും പ്രതിരോധമല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത പ്രഹരമായിരിക്കുമെന്നതാണ് അവർ നൽകുന്ന സന്ദേശം. സർപ്രൈസ് എന്ന പദം തന്നെ ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഈ നിലപാട് അവരുടെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് ദേശീയ സ്വാഭിമാനത്തിന്റെയും സ്വാധീനത്തിന്റെയും പരീക്ഷണവേദിയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി ഉണ്ടായ ആക്രമണങ്ങൾ, നേതാക്കളെ ലക്ഷ്യമിട്ട നീക്കങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ചേർന്നൊരു വലിയ സംഘർഷത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കരസേന ആക്രമണം പോലുള്ള നീക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കാണപ്പെടുന്നു. അതിന് അതേ തീവ്രതയിലുള്ള മറുപടി ലഭിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൊത്തത്തിൽ ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഒരു നിർണായക വഴിത്തിരിവിലെത്തിയിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതുവരെ നിയന്ത്രിതമായ രീതിയിൽ മുന്നേറിയിരുന്ന ഏറ്റുമുട്ടലുകൾ ഇനി കൂടുതൽ തുറന്നതും ശക്തവുമായ ഘട്ടത്തിലേക്ക് കടക്കാനിടയുണ്ടെന്ന ആശങ്ക ഉയർന്നു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സ്വാഭിമാനത്തെയും സ്വാധീനത്തെയും ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പരമ്പരയാണ്. ഇസ്ലാമിക് വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ട കൊലപാതകങ്ങളും രാജ്യത്തിന്റെ തന്ത്രപ്രധാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഇതിനകം തന്നെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ രൂപം കൈക്കൊണ്ടുവെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്ന കരസേന ആക്രമണ ഭീഷണികളെ അവർ അതീവ ഗൗരവത്തോടെ കാണുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളെ പോലും മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ള ഇറാന്റെ നീക്കങ്ങൾ മേഖലയിലെ ഏകപക്ഷീയമായ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നയതന്ത്രപരമായ പരിഹാരങ്ങളെക്കാൾ ഉപരോധങ്ങളും ഭീഷണികളും ആയുധമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നയമാണ് പശ്ചിമേഷ്യയെ ഈ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ തങ്ങളെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കുമെന്നും ലോകം ഇന്നുവരെ കാണാത്ത തരം പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. വാക്കുകളിലൂടെയുള്ള ഈ പോരാട്ടം ഏതൊരു നിമിഷവും ഒരു വൻ യുദ്ധമായി മാറാമെന്നിരിക്കെ ഇറാന്റെ ഈ പ്രതിരോധം നീതിപൂർവമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ്. വൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം വരും കാലങ്ങളിൽ പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.